ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. വേറെ അഡീഷണൽ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെണ്ണ വേണമെങ്കിലും ചേർക്കാം. അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി നുറുക്കിയത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടും സവാള. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെള്ളവും കൂടെ ചതച്ചതാണിത്. അതും കൂടെ ചേർത്ത് ഒന്ന് പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പില ചെറുതായി നുറുക്കിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ ഒന്ന് പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർക്കാനുള്ളത് ഒരു 3 വിസിൽ വേക്കുന്നവരെ കുക്കറിൽ വേവിച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് പൊടിച്ചെടുത്ത ചിക്കനാണ്. അതുകൊണ്ട് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്, എന്നാലും അല്പം കൂടെ ചേർക്കുന്നത്. പിന്നെ 1 തക്കാളി ചെറുതായി നുറുക്കിയതും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ മല്ലിയില ഇല്ലായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു മിക്സിയിലെ ജാറെടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ മാവാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ 1.25 കപ്പ് വെള്ളമാണ്, പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്ത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതിലേക്ക് പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഞാനിത് ഒന്ന് കഴുകി ഇതിലൊഴിച്ച് എടുത്തിട്ടുണ്ട്. മാവ് നമ്മൾ പാനിൽ ഒഴിക്കുമ്പം കട്ടിയാവാനും പാടില്ല, ലൂസാവാനും പാടില്ല അധികം. ഇതേപോലെ ഒന്ന് നമുക്ക് ഇറക്കിയെടുക്കുമ്പോൾ ഫില്ലായി വരണം. ആ രീതിയിൽ വേണം അതിന് മാവിരിക്കാനുള്ളത്. നമുക്കിതൊരു ആദ്യം ലോ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും ഇട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കണം. അതിനായിട്ട് പിന്നെ നടുക്ക് ഒരു ആവശ്യത്തിനുള്ള ഫില്ലിങ് ഒരു 2-3 ടീസ്പൂണോളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് 2 സൈഡും ഒന്ന് മടക്കി ഒട്ടിക്കുന്നതിന് ഇളവി പോകാതിരിക്കാൻ നമ്മൾ നേരത്തെ ചൂടാനായിട്ട് എടുത്ത ആ മാവിൽ നിന്ന് അല്പം ഇതേപോലെ തടവിയിട്ട് ഇതേപോലെ വെച്ച്
നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നടുക്ക് ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. വേറെ കറികളൊന്നും വേണ്ട, ഇത് കഴിക്കാൻ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ട് ആണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സ് ഡിന്നറിനൊക്കെ ആയിട്ടൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. വേറെ കറികളൊന്നും വേണ്ട. ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് ഇതേപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മൊരിച്ചെടുക്കണം, എന്നാലാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് നമുക്ക് മൊരിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ട, അത്ര ടേസ്റ്റിയാണ്. നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ചെടുത്തിട്ട് ബാക്കിയിരിക്കുന്നതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്കിത് മാറ്റാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.